അപ്പോൾ ഗൈസ് നമസ്കാരം. എന്തായാലും നമ്മൾ വിചാരിച്ച കണക്കെ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ ഇലക്ഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. 3 പാർട്ടിക്കാരും വളരെ ടൈറ്റ് രീതിയിലുള്ള ഒരു ഇലക്ഷനാണ് ഈ പ്രാവശ്യം കഴിഞ്ഞത്. അപ്പൊ നമുക്ക് റിയാദിൽ കുറച്ച് പേര് നമ്മളൊരു ആൾക്കാർച്ചിയിലെ ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. നമ്മുടെ ഇനി വരാൻ പോകുന്ന സർക്കാർ അവരിഷ്ടപ്പെടുന്ന സർക്കാരാണോ, എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, കമോൺ. നമസ്കാരം. നമ്മളോടൊപ്പം കുറച്ച് പേര് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് എന്തുണ്ട്, സുഖമാണ്? എന്താണ് വിശേഷങ്ങൾ? ഞങ്ങള് ഇതാ ഇവിടെ നമ്മളെ അൽക്കർജിൽ നമ്മളെ 2 days റിയാദ് തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു ടൂറിലാണ് ഉള്ളത്. നല്ല അടിപൊളി പാർക്ക്, മനോഹരമായ പാർക്ക്, ഒരുപാട് ഫാമിലീസും നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നമ്മൾ എന്തായാലും നാട്ടിൽ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. 3 പാർട്ടിയും വളരെ ടൈറ്റ് ഇലക്ഷൻ ആയിരുന്നു ഈ പ്രാവശ്യം അല്ലേ? എന്താണ് ഏത് സർക്കാർ വരണമെന്നാണ് കെബീർക്കാരെയൊക്കെ ഒരു ആഗ്രഹങ്ങൾ? എന്താണ് 3 പാർട്ടിയും ടൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. NDA വളരെ ലോ പെർഫോമൻസ് ആയിരിക്കും എങ്കിലും ചില ഇടങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം. കേരളത്തില് അവരുടെ ഒരു രാഷ്ട്രീയം എന്തായാലും ആളുകൾ ഉൾക്കൊള്ളൂല്ലോ. അതുകൊണ്ട് അവര് വലിയ ടൈറ്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇപ്രാവശ്യം നല്ല ടൈറ്റ് ആണ്. കഴിഞ്ഞ 2 പ്രാവശ്യം LDF സർക്കാരാണ് ഭരണത്തിൽ വന്നത്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തുടർ ഭരണം ഉണ്ടാവാനാണ്. കാരണം കേരള 10 വർഷം ഭരിച്ച സർക്കാർ കേരളത്തിൽ നല്ല പുരോഗതി, നല്ല വികസനം, വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും പിന്നെ ഒരുപാട് വിഷയങ്ങൾ ഈ 10 വർഷം കൊണ്ട് നമ്മൾ എന്താ പറയാ അനുഭവിച്ചിട്ടുണ്ട്. പല പ്രയാസങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ സർക്കാർ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടിട്ടുണ്ട്. പിന്നെ പെൻഷന്റെ കാര്യത്തിലാണെങ്കിൽ പെൻഷനൊക്കെ ഡബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ വീടില്ലാത്തവർക്ക് ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വികസനം ചെയ്തൊരു എന്താ പറയാ ഒരു പ്രസ്ഥാനമാണ് LDF സർക്കാർ. പിന്നെ ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഭരണം ഒന്ന് മാറണ്ടേ, 10 വർഷം അവരല്ല ഭരിച്ചത്, ഒരു ഈഗോ എന്നുള്ളൊരു സന്ദേശങ്ങളാണ് പരത്തുന്നത്. സർക്കാർ നിലവിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ജനങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ചത് അതിനനുസരിച്ച് ഭരണം മാറും, അത്രേ പറയാനുള്ളൂ. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ആൾക്കാർജിന്റെ? നല്ലൊരു വൈബ്, നല്ലൊരു വേറിട്ടൊരു അനുഭവം, നല്ല ആസ്വദിക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അടുത്തൊരു സർക്കാരിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഒരു ഭരണം കണ്ടിന്യൂ ആവോ, അതേ സർക്കാരിന് വീണ്ടും 3ാം വട്ടം പിണറായി സർക്കാർ വരോ, അതേ വേറൊരു സർക്കാർ വരോ, എന്താണ് വിനയേട്ടന്റെ ഒരു അഭിപ്രായം? മനസ്സിലെ ആഗ്രഹം ഒരു തുടർഭരണം തന്നെയാണ്. അത് സംഭവിക്കുന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസം. തുടർഭരണം തീർച്ചയായിട്ടും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഒരു ട്രെൻഡ് നോക്കുമ്പോ കാണാൻ കഴിയും. അത് തന്നെ സംഭവിക്കുന്നതാണ് വിശ്വാസം. തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തില് ഇപ്പം ഭരിക്കുന്ന പാർട്ടി തന്നെ വരണമെന്നുള്ള ആഗ്രഹത്തിലാണ്. എന്താണ് അങ്ങനെ ഒരു തോന്നാൻ കാരണം? 10 വർഷം ഭരിച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു. പിന്നെ സമയത്തൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വളരെയധികം പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സർക്കാർ വരണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം 10 വർഷം ഇവർ ഭരിച്ചല്ലോ, മറ്റവർക്കൊരു അവസരം കൊടുക്കാം, അവരെങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടൊന്ന് നോക്കാം. അതായിരുന്നല്ലോ കേരളത്തിന്റെ ഒരു മുൻകാല ചരിത്രം. മാറി മാറി വരിക, എന്തെന്നായാലും അവര് തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇവർക്ക് തുടരാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് UDF ഗവൺമെന്റ് തിരിച്ച് ഭരണത്തിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് തുടർഭരണം ഉണ്ടാവണം തന്നെയാണ്. എന്താണ് ആ ഒരു ആഗ്രഹത്തിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തില് മറ്റൊരു സർക്കാരിന്റെ ആവശ്യം കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് പിന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ, ജനങ്ങളുടെ കൂടെ നിന്നൊരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. LDF സർക്കാർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സർക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ക്ഷേമത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഒപ്പമുള്ള സർക്കാർ. താങ്ക് യു സോ മച്ച്. ആദർശിന്റെ ആഗ്രഹം പോലെ തുടർഭരണം ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ നാട്ടില്. അപ്പം ഈ തുടർഭരണമാണ്, അതെ വേറൊരു സർക്കാർ വരാനാണ് ആഗ്രഹം? എന്താണ് പറയാനുള്ളത്? എനിക്ക് പുതിയ ഭരണം എന്നാണ് ആഗ്രഹം. എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം, എന്താണ് പറയാൻ തോന്നിയത്? കാരണം നമ്മള് ഇത്രയും നാള് ആ ഒരു ഭരണമല്ലേ കാഴ്ച വെച്ചത്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഒരു ഇത് നമ്മളെ കേരളത്തിന് കിട്ടിയ അത്രയും നല്ലതല്ലേ. അതുകൊണ്ട് ഒരു പൊതു ഭരണം തന്നെയാണ് പുതിയ ഭരണം. അപ്പം നിതിൻ ഉണ്ട്. നിതിൻ എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് തുടർഭരണം വേണം തന്നെയാണ് ആഗ്രഹം. എന്താണ് അങ്ങനെ ഒരു കാരണം ഇപ്പോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളില് പ്രളയം വന്നു, കോവിഡ് വന്നു, അതുപോലെ നിപ്പ വന്നു, ഇപ്പൊ ചൂരൽമല. ഈ സമയങ്ങളിലെല്ലാം അവരെടുത്ത നിലപാട്
നല്ല നിലപാടാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് തുടർഭരണമാണ്. അതെ. ഇപ്പം നമ്മുടെ ഇപ്പൊ പ്രീതി ഉണ്ട്. പ്രീതി എന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പൊ എന്തായാലും ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ പുതിയ സർക്കാർ വരണമെന്നാണ് ആഗ്രഹം, അതേ തുടർഭരണം വരുന്നതാണ് ആഗ്രഹം? LDF തന്നെ തുടർന്ന് ഭരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അവരുടെ ഭരണമൊക്കെ എനിക്ക് ഇഷ്ടമായി. നല്ല ഭരണമാണ്. എന്തായാലും നമ്മുടെ ഒരു ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ. അപ്പൊ എന്താണ് ചേച്ചിയുടെ ആഗ്രഹം? ഈ ഭരണം തുടർന്ന് പോകുന്നതാണ്, അതെ പുതിയൊരു സർക്കാർ വരണമെന്നാണ് ആഗ്രഹം? അല്ല, ഒരിക്കലും അല്ല. ഭരണം തന്നെ വരണം. LDF തന്നെ ജയിക്കും. എന്താണ് അങ്ങനെ പറയാനുള്ള? പിണറായി സർക്കാരിന്റെ അത്രയും കഴിവുള്ള ഒരു സർക്കാർ ഇനി വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കണല്ലോ. അപ്പൊ എന്താണ് ആഗ്രഹം? ഏത് സർക്കാർ വരണമെന്നാണ് ആഗ്രഹം? ഈ UDF സർക്കാർ UDF സർക്കാർ വന്നതാണ്. അപ്പം നമ്മുടെ ഷമീർ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. ഷമീർ ബ്രോ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പൊ വരുന്ന സർക്കാർ കണ്ടിന്യൂ ആയിട്ട് തുടരുന്നതാണോ, അതേ പുതിയ സർക്കാർ വരണമെന്നാണ് ആഗ്രഹം? ഇപ്പം LDF കുഴപ്പമില്ലാത്ത ഭരണമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല. പിന്നെ എന്ന് പറഞ്ഞാല് ഭരണം മാറി വന്നാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മുടെ നാടിനൊരു വികസനം ആയിരിക്കും എന്നൊരു എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ പിന്നെ LDF കോൺഗ്രസോ വന്നാല് ഏത് വന്നാലും നാട് നന്മയായിരിക്കണം. അപ്പൊ നമ്മള് പാർട്ടിയൊന്നുമില്ല, ഞാനൊരു പാർട്ടിയില്ല. അപ്പൊ ആഗ്രഹം പോലെ ഒരു മാറ്റം വരട്ടെ എന്നുള്ളൊരു. അപ്പൊ ഓക്കെ, അപ്പൊ ശരി, ആഗ്രഹം പോലെ മാറ്റം വരട്ടെ. ഓക്കെ. പേരെന്താണ്? സുരേഷ്. ചേട്ടാ, നമ്മുടെ നാട്ടിൽ എന്തായാലും ഒരു ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ. ഇപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഇപ്പൊ നമ്മുടെ ഒരു ഭരണം തുടർന്നോണ്ടാണ്, അത് വീണ്ടും പുതിയൊരു സർക്കാർ വരണമെന്നാണ് ആഗ്രഹം? നേരത്തെ ഉള്ള ഭരണത്തിന് എനിക്ക് വേറെ കുറവൊന്നും തോന്നിയിട്ടില്ല. എന്നാലും ഒരു ഭരണം മാറി വരണമെന്നാണ്. 10 വർഷം കൊണ്ട് ഭരിക്കുന്നതുകൊണ്ട് മാറ്റം വരണമെന്നാണ് ആഗ്രഹം. അപ്പൊ ആഗ്രഹം പോലെ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. അമ്മ നമ്മളിപ്പോ അഞ്ചു എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ. അപ്പൊ എന്താണ് ആഗ്രഹം? ഒരു സർക്കാർ വീണ്ടും തുടർഭരണം വേണമോ, അതേ പുതിയൊരു സർക്കാർ വരണമെന്നാണ് ആഗ്രഹം? ഏത് സർക്കാർ വന്നാലും ജനങ്ങൾക്ക് ഗുണമുള്ളത് ചെയ്താൽ മതി, മാത്രമേ ഉള്ളൂ. ഒരു കോമൺ ആയ ഒരു ആൻസർ ആണ് പറയുന്നത്. ഏത് സർക്കാർ വന്നാലും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഇല്ല, ആര് വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഷെഫീഖ് നമ്മുടെ നാട്ടിൽ എന്തായാലും ഒരു ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ. അപ്പൊ എന്താണ് ഒരു ആഗ്രഹം? നമ്മുടെ ഭരണം തുടർ ഭരണം വേണോ, അതെ വേറൊരു സർക്കാർ വേണോ? തുടർഭരണം വരണമെന്ന് പറയാൻ ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പറയാൻ? എല്ലാ മേഖലകളിലും ഇപ്പോ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ. ഭരണം നല്ല ഭരണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തുടർഭരണം വരണം. തുടർഭരണം തന്നെ ആഗ്രഹം. അപ്പൊ ആരിഫായി ഉണ്ട്. ആരിഫായി, നമ്മുടെ നാട്ടിലൊരു ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ടൈമാണല്ലോ. അപ്പം എന്താണ് ആഗ്രഹം? നമ്മുടെ ഭരണം തുടരണമാണ്, അതേ വേറൊരു ഭരണം വരണമെന്നാണ് ആഗ്രഹം? തുടർഭരണത്തോട് യോജിപ്പുണ്ട്. അത് രണ്ടായാലും കുഴപ്പമില്ല. വിഭാഗീയത സൃഷ്ടിക്കുന്ന ടീം വരരുത് എന്നാണ് ആഗ്രഹം. നല്ല കാര്യങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം തുടർഭരണമാണ് ആഗ്രഹിക്കുന്നത്. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ആഗ്രഹം പോലെ തുടർഭരണം നടക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ച് പേരെ അഭിപ്രായങ്ങൾ തിരക്കിയിട്ടുണ്ട്. കുറച്ചുപേരെ നമ്മൾ കെട്ടിയിട്ടുള്ളു. അവര് 2 രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഭരണം തുടരണമെന്നും പുതിയൊരു ഭരണം വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആരും പ്രവാസികളെ കുറിച്ച് ആരും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം പ്രവാസികൾക്ക് വേണ്ടി ഇനി വരുന്ന സർക്കാരായാലും തുടർഭരണമായാലും വരാൻ പോകുന്ന സർക്കാരായാലും പ്രവാസികൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് നിൽക്കുന്ന ഒരു സർക്കാർ വരണമെന്നാണ് എന്റെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അതുപോലെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.